ആരോഗ്യ മേഖലയെ പ്രൈവറ്റൈസേഷൻ ചെയ്യാനുള്ള ഒരു നീക്കം, അതായത് സ്വകാര്യ മേഖലയുമായിട്ട് കൈകോർക്കാനുള്ള ഒരു നീക്കം നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ആരോഗ്യമന്ത്രി സ്വീകരിക്കേണ്ട ഒരു ആദ്യത്തെ നിലപാട്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കൊരു സർക്കാരുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. കോവിഡ് വന്ന സമയത്തും നമ്മൾ തൻ്റെ ഇടത്തോടു കൂടി നെഞ്ചും വിരിച്ചതിന് കാരണം എന്താ? നമുക്കൊരു സർക്കാരുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ മരണത്തിലേക്ക് പൊക്കോളൂ എന്ന് ശൈലജ ടീച്ചർ എപ്പോഴെങ്കിലും മലയാളികളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം പൊതുവെ സാമ്പത്തികമായിട്ട് ഭയങ്കര ദുർബലമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായാലും സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയും ബാധിക്കും. അപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയും ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ മെഡിക്കൽ എക്യുപ്മെൻസുകൾ വേണ്ട രീതിയിൽ കളക്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ വാങ്ങി വെക്കാനോ പറ്റാത്തൊരവസ്ഥ, പല സർജറികളും നീട്ടിവെക്കേണ്ടതായി വരുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ആരോഗ്യ മേഖല നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ മേഖലയെ പ്രൈവറ്റൈസേഷൻ ചെയ്യാനുള്ള ഒരു നീക്കം, അതായത് സ്വകാര്യ മേഖലയുമായിട്ട് കൈകോർക്കാനുള്ള ഒരു നീക്കം നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അപ്പം ഇത് ശരിയായ ഒരു നടപടിയാണ്. കാരണം ഇപ്പം ഈ മഴക്കാലം വന്നതോടുകൂടിയിട്ട് പല രോഗങ്ങൾ തലപൊക്കി വരുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഈ ആരോഗ്യമന്ത്രിയുടെ ഇങ്ങനത്തെ ഒരു നിലപാട് ഇതിനെ നമുക്ക് ശരിയായി കാണാൻ പറ്റുമോ? ഇത് ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ആരോഗ്യമന്ത്രി സ്വീകരിക്കേണ്ട ഒരു ആദ്യത്തെ നിലപാട്. കാര്യം ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു ഭീകരാന്തരീക്ഷമുണ്ട്. നമ്മൾ പറയുന്ന പോലെയല്ല. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു രോഗമുണ്ടാകുന്നു, നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലിരിക്കുന്നത്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കൊരു സർക്കാരുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കോവിഡ് വന്ന സമയത്തും നമ്മൾ തൻ്റെ ഇടത്തോടു കൂടി നെഞ്ചും വിരിച്ചതിന് കാരണം എന്താ? നമുക്കൊരു സർക്കാരുണ്ട്. ആ സർക്കാർ നമ്മുടെ ആശുപത്രികളെ മെച്ചപ്പെട്ടതാക്കുന്നു, നമ്മളെ ആശുപത്രികളിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു. ഒരു സ്വകാര്യ മേഖലയിൽ പോലും ഒരു കൈകടത്തൽ നടത്തിക്കൊണ്ട് ആശുപത്രികളെ സജ്ജമാക്കുന്ന ഒരു തരത്തിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ സമയത്ത് പോലും ശൈലജ ടീച്ചർ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമുക്ക് ഓക്സിജൻ്റെ അളവ് ഇവിടെ കുറവാണെന്ന്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഓക്സിജൻ ഇല്ലാതെ രോഗികൾ മരിക്കുന്ന ഒരവസ്ഥയുണ്ടായി, നമുക്കറിയാം. എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാനത്ത് ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ മരണത്തിലേക്ക് പൊക്കോളൂ എന്ന് ശൈലജ ടീച്ചർ എപ്പോഴെങ്കിലും മലയാളികളോട് പറഞ്ഞിട്ടുണ്ടോ? ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇനിയും രോഗികളെ സ്വീകരിക്കുന്നില്ല, കൂടുതൽ രോഗികളെ ഞങ്ങൾ സർക്കാർ ആശുപത്രികളിലേക്ക് എടുക്കുന്നില്ല എന്ന് ശൈലജ ടീച്ചർ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലാണ്, അല്ലെ ഞങ്ങളുടെ ഈ പൈസ ഇല്ല, അതുകൊണ്ട് ഡോക്ടർമാർക്കും ആർക്കും PPE കിറ്റ് കൊടുക്കില്ല എന്ന് ശൈലജ ടീച്ചർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ പോലും പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നില്ല. കാരണം എന്താ? അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കുള്ള കോൺഫിഡൻസിന്റെ പേരാണ് സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി. അത് A or B or C ആരും ആയിക്കോട്ടെ, ആരായിരുന്നാലും അവർ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആത്മവിശ്വാസം ഈ മന്ത്രി ആയിരിക്കണം. അത് ചിലപ്പോൾ പൈസയുടെ പ്രശ്നം ഉണ്ടാവും, ഞങ്ങളുടെ ഈ സാമ്പത്തികം ഇല്ല, അത് അറിയിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ്? ആൾക്കാരാലേക്കും ഷിഗല്ല വരുന്നു, ഷിഗല്ല ബാക്ടീരിയ വയനാട് കോഴിക്കോട് മേഖലയിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. 500-ലധികം ആൾക്കാർ അഡ്മിറ്റ് ആക്കപ്പെടുന്നു കുട്ടികളുടെ ഇടയിലേക്ക്. അവിടുത്തെ അതെങ്ങനെ മാനേജ് ചെയ്യും? ഇത് അവരെയൊക്കെ എവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കും? അവരെ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യും? അല്ലെ അവരെ എങ്ങനെ ക്വാറന്റൈൻ ചെയ്യും? ഇതൊക്കെയല്ലേ ഇനി ചിന്തിക്കേണ്ടത്? അല്ല, ആ സമയത്ത് പോലും ഇവിടെ 420 കോടി രൂപ ഞങ്ങൾക്ക് മരുന്നിൻ്റെ കൊടുക്കാനുണ്ട്, മരുന്ന് കിട്ടാനില്ല, ഞങ്ങൾക്ക് ആശുപത്രിയിൽ സർജിക്കൽ ഉപകരണങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവിച്ചുകൊണ്ടോ അല്ലെ പരിതപിച്ചുകൊണ്ടോ ഇരിക്കുന്നതിന് പകരം കൃത്യമായി ഒരു ആരോഗ്യവകുപ്പ് ആക്ട് ചെയ്യേണ്ട സമയമല്ലേ ഇത്? അതിന് പകരം ഇതാണോ പറയേണ്ടത്? ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെട്ട 25 ലക്ഷം രൂപ ഒരു മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഈ മെഡിക്കൽ ഇൻഷുറൻസ് എന്തിനു വേണ്ടിയിട്ടാവാം? മെഡിക്കൽ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു പനി വന്നാൽ നമ്മൾ എവിടേക്കായിരിക്കും അന്നേരം പോകും? നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അവിടെ നമ്മൾ ഏതെങ്കിലും നമ്മൾ അടുത്തുള്ള കൊള്ളാവുന്നൊരു സ്വകാര്യ ആശുപത്രി ഇവിടെ എന്നെ അങ്ങ് അഡ്മിറ്റ് ചെയ്ത് തരും, 2 ദിവസം കിടക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. എന്താ കാര്യം? എൻ്റെ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് ഇരിക്കുക. ഞാൻ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പനിയുടെ ട്രീറ്റ്മെൻറ്റ് ഒരു 3 ദിവസം ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ എനിക്ക് കൂടി വന്നാൽ 15,000 രൂപ ആവുമായിരിക്കും. എൻ്റെ AC റൂമിൽ കിടക്കാം, എല്ലാ സൗകര്യങ്ങളോടും കൂടി അതിനകത്ത് കിടന്നിട്ട് ഇറങ്ങി വന്നാൽ മതി. ഞാനീ പറയുന്ന സർക്കാർ ആശുപത്രിയുടെ തിണ്ണനിരങ്ങേണ്ട ആവശ്യമില്ല. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയൊക്കെ പോയി നിന്നിട്ട് അവിടുത്തെ തിരക്കിനിടയിൽ പോയി നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. കാര്യം എന്താ? എൻ്റെ കയ്യിൽ 25 ലക്ഷം രൂപ ഇരിക്കുക. ഇത് ബാധിക്കുന്നത് എവിടെയാണ്? ഈ ചിന്താഗതി എല്ലാവരിലേക്കും വരും. ഏതൊരു സാധനം എൻ്റെ കയ്യിൽ ഒരു 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി സുഖമായിട്ട് കിടക്കാം, അവിടെ AC റൂമിൽ കിടക്കാം, നഴ്സുമാരെടുത്ത് വരും, അറ്റൻഡർമാരെടുത്ത് വരും, മരുന്ന് എടുത്ത് കിട്ടും, ഭക്ഷണം കിട്ടും, ഇതെല്ലാം കിട്ടുന്ന സാഹചര്യത്തിൽ എനിക്ക് അവിടെ കിടക്കാം. അതേസമയം ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയാലോ
DYFIക്കാർ കൊണ്ടുതരുന്ന പൊതിച്ചോറും തിന്നുകൊണ്ട് ഡോക്ടർമാർ വന്ന് ഇല്ല എന്ന് പറയുന്നൊരു കണ്ടീഷനിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? അതെ. വാർഡിൽ പോയി പിന്നെ ബാക്കിയുള്ള രോഗികളുടെ കൂടെ ഞാൻ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? ആർക്കാ മെച്ചം ഉണ്ടാകുക? ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന നിലയിൽ ആശുപത്രിയിൽ പോവുക, അതായത് സ്വകാര്യ ആശുപത്രിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 100 രോഗികൾ ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു ആശുപത്രിയിൽ, ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് എടുത്ത ഒരു വിഭാഗം ആളുകൾ വരുന്നു എന്ന് വിചാരിക്കുക. ഒരു 100 രോഗികൾ അധികപ്പറ്റ് വരുന്നു. ഒരു രോഗിയുടെ കയ്യിൽ നിന്നും അവർക്കൊരു 10,000 രൂപ ഒരു ദിവസത്തേക്ക് ഈടാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 100 രോഗികളിൽ നിന്ന് എത്ര രൂപയായി? വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ 100 രോഗികൾ വരുമ്പോൾ 10,000 വെച്ചിട്ടാകുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപയോളം അവർക്ക് വരുമാനമായി കഴിഞ്ഞു. ഈ പറയുന്ന ഒറ്റ ദിവസത്തെ കാര്യമാണ് പറയുന്നത്, ഒരു ആശുപത്രിയിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒറ്റ ദിവസം ഒരു ബില്ല് ചെയ്യുന്ന 10 ലക്ഷം രൂപ. അങ്ങനെ ഈ കേരളത്തിലുള്ള എല്ലാ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് 2 ദിവസം ആകുമ്പോൾ എത്രയായി? 20 അപ്പം ഈ പറയുന്ന അടുത്ത ദിവസം വരുന്ന ഈ നിലവിലുള്ള ഒരു 100 പേരും വീണ്ടും ഒരു 100 പേരോടെ വരികയാണ്. അപ്പൊ മൊത്തം അവർക്ക് ട്രീറ്റ് ചെയ്യേണ്ട 200 പേരായി. ഈ ഒരു അവസ്ഥ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ലാഭം ആർക്കാണ് കിട്ടുന്നത്? സ്വകാര്യ മേഖലയ്ക്ക്. ഇൻഷുറൻസ് കമ്പനികൾ ആ തുക കൊടുക്കുകയും ചെയ്യും. നിലവിലത്തെ കണക്ക് പ്രകാരം 90 ലക്ഷം ഫാമിലികളാണ്, കുടുംബങ്ങളാണ് നമുക്കുള്ളത്. ഈ 25 ലക്ഷം രൂപ കൈ വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആരും പിന്നെ സർക്കാർ ആശുപത്രിയുടെ ധർമാശുപത്രിയുടെ, അങ്ങനെയാണ് പഴയ പേര്, ധർമാശുപത്രിയുടെ തിണ്ണ നിരങ്ങാൻ പോകില്ല. 100% ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ മികച്ച സേവനങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. നമ്മുടെ സർക്കാർ ആശുപത്രികൾ തകർച്ചയുടെ വക്കിലേക്ക് പോകും. നമ്മുടെ സർക്കാർ ആശുപത്രികൾ കാലക്രമേണ പലതും അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് വരും. നമ്മുടെ കേരളത്തിലെ പിന്നെ അറിയപ്പെടുന്ന പല ആശുപത്രികളിലേക്കും അമേരിക്കയിൽ നിന്നുള്ള പല കമ്പനികളും മുതൽ മുടക്കി വെച്ചിരിക്കുക, കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും മെഡിക്കൽ കമ്പനികളും കൂടെ കാശ് മുടക്കിയിട്ടിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ നിക്ഷേപിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു മന്ത്രി ഇത് പറയുന്നത് ശരിയാണോ? ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ഭരിക്കുന്ന എൻ്റെ വകുപ്പ് നശിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഒരു മന്ത്രി പറയുന്നത് ശരിയാണോ? അത് ആരായിക്കോട്ടെ. ഇനിയിപ്പോൾ വീണ ജോർജ് പറഞ്ഞാലും നമുക്കിതേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ശൈലജ ടീച്ചർ നാളെ വന്നിട്ട് പറയാണ് എനിക്കിതിന് നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് മാജിക്കൊന്നും അറിയില്ല എന്ന് ശൈലജ ടീച്ചർ നാളെ വന്ന് പറഞ്ഞാലും നമ്മൾ പറയും ശൈലജ ടീച്ചർ യോഗ്യ അല്ല എന്ന് നമ്മൾ പറയും. അതിന് എന്തെന്ന് പറഞ്ഞിരുന്നാലും ആ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കാൻ ശൈലജ ടീച്ചർ യോഗ്യേ അല്ല എന്ന് നമ്മൾ തീർത്തു പറയും. കാരണം എന്താ? ഇവിടെ നമുക്കറിയാം ഒരു രോഗം പടർന്നു പിടിക്കുമ്പോൾ, ഇപ്പം നമുക്കറിയാം ഇൻഫ്ലുവൻസ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിക്കൻ ഗുനിയ ഇനിയിപ്പോൾ ഉടനെ വരും, ഡെങ്കി ഫീവർ വരാനുള്ള സാധ്യതകളുണ്ട്, നമ്മുടെ നാട്ടിൽ സിഗ വൈറസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വകുപ്പാണ്. വേറെ എല്ലാം മാറ്റി നിർത്തും. ഇവിടെ ജനങ്ങൾ ഇന്നിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി വി ഡി സതീശൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിന്നെ രമേശ് ചെന്നിത്തല ഇവിടെ നാട്ടിൽ നിന്ന് തൂഫാൻ അടിക്കുന്നതിനെ കുറിച്ചല്ല ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഷിഗല്ല വൈറസുമായിട്ട് അല്ലെങ്കിൽ ഷിഗല്ല ബാക്ടീരിയ പടർന്ന് പിടിച്ചിട്ട് സ്വന്തം മക്കൾ അവിടെ ആശുപത്രി കിടക്കുന്ന സമയത്ത് ആ രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് എന്താ? ഈ സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവരുടെ വേദന. അതാ, അല്ല തൂഫാൻ വഴി പിന്നെ മയക്കുമരുന്ന് പിടിച്ചു എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫലവത്തായ രീതിയിൽ, ഏറ്റവും വളരെ കൃത്യമായ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കേണ്ട സംവിധാനത്തെക്കുറിച്ച്, അതിൻ്റെ പിന്നെ ദോഷവശങ്ങളെക്കുറിച്ച് അല്ല പറയേണ്ടത്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ട ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ആരോഗ്യവകുപ്പ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. അതിൽ നിന്നും മാറി നിൽക്കുന്ന രീതിയിൽ ഇവിടെ സ്വകാര്യവൽക്കരണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ പറയുന്നത് വലിയ മണ്ടത്തരമാണ്. അവിടെ ഈ പറയുന്ന ഇൻഷുറൻസ് കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ തകർച്ചയുണ്ട്. സർക്കാർ ആശുപത്രികളെല്ലാം ഇടിഞ്ഞൊതുങ്ങാൻ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നേ. ഇവിടെ എന്തിനാണ് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നത്? നമ്മുടെ സർക്കാർ ആശുപത്രിക്ക് എന്താ കുഴപ്പം? നമ്മുടെ കേരളത്തിൽ പിന്നെ എല്ലാ ജില്ലകളിലും എനിക്ക് തോന്നുന്നു കാത്ത് ലാബ് സൗകര്യം വന്നിട്ടുണ്ട്, ഡയാലിസിസ് യൂണിറ്റുകൾ വന്നിട്ടുണ്ട്, നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പിന്നെ കൊച്ചിൻ ക്യാൻസർ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്ത്, ഞാൻ നേരത്തെ വേറെ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോയാൽ മതി ഈ സർക്കാർ. അല്ല അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യണ്ട, അവിടെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ട്. പകരം എന്താ സംഭവിക്കുന്നത്?
ഇവിടെ നേരത്തെ വീണ ജോർജ് ഉള്ള സമയത്ത് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ 1 2 ഒക്കെ മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം എത്ര നെഗ്ലിജൻസ് ഇവിടെ സംഭവിച്ചു? അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയവരാണ് ഇപ്പൊ സർക്കാർ ഇരിക്കുന്നത്. ഈ മന്ത്രി തന്നെയോ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ എന്തെല്ലാം പറഞ്ഞാണ് കളഞ്ഞിട്ട് പൊക്കോളാനല്ലേ പറഞ്ഞത്. ഇപ്പം ഇത്രയും ദിവസം ആയിട്ട് പോലും, അല്ലെങ്കിൽ ശരിയാണ്, ഈ പിന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പല വകുപ്പുകളുടെ കാര്യം നോക്കണമെന്ന് വിചാരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വന്തം വകുപ്പിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. ദേവസ്വം ബോർഡിൽ ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഡിസംബർ ആകാതെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പരിപാടി നടക്കാൻ പോകുന്നില്ല. അതായത് സീസൺ ആവണം, ശബരിമല സീസൺ. അതുവരെ പ്രത്യേകിച്ച് പണിയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് വളരെ ഫലവത്തായിട്ട് ആക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഈ മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് എലിപ്പനി വരാൻ സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു, പലയിടത്തും പന്നിപ്പനിയൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കോട്ടയം മേഖലയിലൊക്കെ പന്നിപ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും ചെയ്യേണ്ടതുണ്ട്. അതിന് പകരം പരിതപിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ ഈ വകുപ്പും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമായി മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഈ പറയുന്ന സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല. പിന്നെ കെ മുരളീധരൻ ഒരു പ്രശ്നമുള്ളത്, കെ മുരളീധരൻ പണ്ട് ഇവിടെ കൊറോണ വന്ന സമയത്ത് ശൈലജ ടീച്ചറെ എങ്ങനെ കുറ്റം പറയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആറ്റാൽ പൊങ്കാല വരുന്നു. ആറ്റാൽ പൊങ്കാല വന്ന സമയത്ത് മുരളീധരന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താ, അവിടെ ഒരു വിവേചനം ഉണ്ടാക്കണം. മീൻസ് ആ വിവേചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ തടിച്ചു കൂടുന്ന ഒരു സ്പേസ് ആണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ അതിലേക്ക് പൊങ്കാലയിലേക്ക് ആൾക്കാരെ അപ്പോൾ സർക്കാരിന് ചില ഇത് വെക്കേണ്ടി വരും. കാര്യം കോവിഡ് പടർന്നു പിടിക്കുന്നു, എങ്ങനെ പൊങ്കാല നടത്തും? അപ്പോൾ വലിയൊരു മാസമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക പടർന്നു പിടിക്കലുണ്ടാവും, ഒരു രോഗവ്യാപനം വലിയ തോതിൽ സംഭവിക്കും. അതുണ്ടായിരിക്കും സർക്കാർ ഒരു രീതി സ്വീകരിക്കണം. അപ്പം ഇവിടെ എന്താ മുരളീധരൻ പറഞ്ഞത്, അവിടെ ഇപ്പം 30 ഡിഗ്രിക്ക് മേലെയാണ് ചൂട്. ആ 30 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ളതുകൊണ്ട് തന്നെ ഈ കൊറോണ വൈറസ് ഇതിനകത്ത് ജീവിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇത് എവിടുന്ന് കടിച്ച് WHO പോലും ഇത് പറഞ്ഞിട്ടില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറഞ്ഞിട്ടില്ല 30 ഡിഗ്രിക്ക് മേലെ കൊറോണ വൈറസ് പിന്നെ ജീവിക്കില്ല എന്നുള്ള കാര്യം. ഇത് പറഞ്ഞ ഒരാളാണ് കെ മുരളീധരൻ എന്ന് പറഞ്ഞത്, ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, എത്രത്തോളം ആണ് പുള്ളി ചിന്തിക്കുന്നത്. 30 മേലെ. പിന്നെ PPE കിറ്റ്, എന്തിനാണ് PPE കിറ്റ് കൊടുത്തത്? അപ്പോൾ PPE കിറ്റ് കാരണം അവർക്ക് പിന്നെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടൽ, പിന്നെ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് PPE കിറ്റിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അല്ലേ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരാളാണ്. ശരിക്കും എന്തിനായിരുന്നു അന്ന് PPE കിറ്റ്? അന്ന് PPE കിറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു പറ്റം ആളുകൾ രോഗം ബാധിച്ച് അവശതയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്പ്രെഡ് നമ്മളിലേക്ക് വരും. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഡോക്ടർമാരും നഴ്സുമാരും അതോടൊപ്പം തന്നെ സന്നദ്ധ പിന്നെ എന്താ പറയുക സേനാ വിഭാഗങ്ങളും ഇവരെല്ലാം ഉപയോഗിച്ച PPE കിറ്റാണ്. അവർക്കാരും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ല. പക്ഷേ ഇത് കണ്ടോണ്ട് നിന്ന അന്ന് പിന്നെ MP ആയിട്ടിരുന്ന കെ മുരളീധരന് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അതിട്ട് കഴിയും PPE കിറ്റ് ഇട്ട് ശ്വാസം മുട്ടുന്നു, പിന്നെ ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് പിന്നെ ഏറ്റവും വലിയ വിഷയമായിട്ട് അത് ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ്.